നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ്. വിതരണാവകാശം നൽകാമെന്ന് പറഞ്ഞ് 1,90,00,000 രൂപ വാങ്ങി കബളിപ്പിച്ചെന്ന തലയോലപ്പറമ്പ് സ്വദേശിയായ സഹനിർമ്മാതാവിന്റെ പരാതിയിലാണ് കേസ്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നിവിൻ പോളി ഫേസ്ബുക്കിൽ കുറിച്ചു. നിവിൻ പോളി എബ്രിഡ് ഷൈൻ കൂട്ടുകെട്ടിലിറങ്ങിയ മഹാവീര്യർ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ തലയോലപ്പറമ്പ് സ്വദേശി PA ഷംനാസാണ് പരാതിക്കാരൻ. ഇതേ ടീമിന്റെ ആക്ഷൻ ഹീറോ 2 എന്ന ചിത്രത്തിന്റെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ടാണ് പരാതി. ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ നിവിൻ പോളിയും എബ്രിഡ് ഷൈനും തന്റെ കയ്യിൽ നിന്ന് 1,90,00,000 രൂപ കൈപ്പറ്റിയിരുന്നു. ഈ കരാർ മറച്ചുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് മറിച്ചു നൽകിയെന്നാണ് ആരോപണം. നിർമ്മാണത്തിൽ ഞാനുമായിട്ട് മുമ്പോട്ട് പോകാൻ സംവിധായകന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാറണം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ചിലവായ തുക ഞാൻ മാറാൻ തയ്യാറാണ്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോളി ജൂനിയർ പിക്ചേഴ്സിലേക്ക് ഇതിൻ്റെ മുഴുവൻ ചെലവും കണക്കും കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറഞ്ഞു. എല്ലാ ചെലവുകളും കൃത്യമായി അവരെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേറൊരു പ്രൊഡ്യൂസർക്ക് പണം കൈമാറി എൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം മേളായി. ഇതുവരെ പണം തരുന്നുണ്ടായിരുന്നില്ല. വൈക്കം കോടതിയിലാണ് ഷംനാസ് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. നിവിൻ പോളിയെ 1-ാം പ്രതിയും എബ്രിഡ് ഷൈനിനെ 2-ാം പ്രതിയുമാക്കിയാണ് FIR. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.